ഹായ് ഓൾ. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BEGC 106 പോപ്പുലർ ലിറ്ററേച്ചറാണ്. നമ്മൾ 1, 2 ബ്ലോക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ബ്ലോക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകുക തന്നെ വേണം. എക്സാം എഴുതുമ്പം അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്താ നമുക്ക് എഴുതാം, പല കാര്യങ്ങളും അറിഞ്ഞിട്ടും അത് എഴുതാൻ കഴിഞ്ഞേ എന്ന് വരില്ല. അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ്. ഇതിൽ ക്രൈം ഫിക്ഷനെ കുറിച്ചിട്ടും ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഫിക്ഷനെ കുറിച്ചിട്ടും ആ ഒരു ടോപ്പിക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അത്ര തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതെന്താണ്, ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെയായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇപ്പം അത് അത് എങ്ങനെ ആയി മാറി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. സോ നമുക്കറിയാം എന്താണ് ഈ ക്രൈം അല്ലെങ്കിൽ ക്രൈം ഫിക്ഷൻ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. നമുക്ക് ഈ ഡിറ്റക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരെ ഓർമ്മ വരിക? ഷെർലക് ഹോംസിനെ അല്ലേ? അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഷെർലക് ഹോംസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ചിട്ടല്ല പറയുന്നത്. പക്ഷേ അതൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പല ഭാഗത്തും അത് ഇതിൽ ഇവോൾവഡ് ആണെന്ന് മാത്രം. ഫസ്റ്റ് പറയുന്നത് ക്രൈം നരേറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ക്രൈം നരേറ്റീവ്സ് എന്ന് പറയുന്നത്? ഒരു എന്താണ് ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുറ്റകൃത്യങ്ങളാണ് അല്ലേ? ഈ ഒരു ക്രൈമിനെ ആസ്പദമാക്കിയിട്ടുള്ള ഇതെന്താണ്, ഈ ക്രൈം പറയുമ്പോൾ മനുഷ്യന്മാരെ കൗതുകം ഉണ്ടാവും, ഭയം ഉണ്ടാവും, ഒരു സൈക്കോളജിക്കലായിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് ഉണ്ടാവും. ഈ ഈ ക്രൈം നരേറ്റീവ്സിനൊക്കെ എന്താണ് പുരാതനം മുതലേ ഇന്നും അതെന്താണ് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ക്രൈം നരേറ്റീവ്സ്, ഡിറ്റക്റ്റീവ്. നമുക്കൊക്കെ ഇഷ്ടമല്ലേ ഈ ഡിറ്റക്റ്റീവ്സ് വായിക്കാൻ? ഒരു ക്രൈം ചെയ്താൽ അതാര് ചെയ്തു, എപ്പം ചെയ്തു, അതിന് തെളിവുകൾ കണ്ടെത്തുന്നു. ഷെർലക് ഹോംസ് ഒക്കെ ഇന്നത്തെ പോലീസിന്റെ ഒരു പ്രൊസീജിയറിലും അതുപോലെ തന്നെ ഫോറസ്റ്റിക് ഇൻവെസ്റ്റിഗേഷനൊക്കെ ആരെ ബേസ് ചെയ്തിട്ട് വന്നതാണ്? നമ്മുടെ ഷെർലക് ഹോംസിനെ ബേസ് ചെയ്ത് ചെറിയ കാര്യങ്ങളിൽ കണ്ടെത്തുന്ന വലിയ വലിയ തെളിവുകളുടെ കഥയാണ് അദ്ദേഹത്തിന്റെ ഷെർലക് ഹോംസിന്റെ പല ഇതിലും അഡ്വഞ്ചേഴ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം പൊട്ടിമുളച്ചത് എവിടെ നിന്നാണ്? ഷെർലക് ഹോംസിൽ നിന്നാണ് പല സംഭവങ്ങളും പിന്നീട് ഉണ്ടായത്. പക്ഷെ അതിന് മുമ്പും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതാണ് ഇതിൽ പറയുന്ന സംഭവം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വേറൊരു ആളാണ് സ്റ്റീഗ് ലാർസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മിലേനിയം ട്രിലജി എന്ന് പറയുന്ന വേറൊരു വർക്ക്. ഈ രണ്ട് വർക്കുകളൊക്കെ എന്താണ് ഇന്നത്തെ കാലത്തുള്ള എന്താണ് മോഡേൺ ക്രൈം വർക്ക് ഇതിൽ എന്താണ് കൂടുതലായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ കാരണം ഈ രണ്ട് വർക്കുകളും ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് വാട്ട് ഈസ് ക്രൈം ഫിക്ഷൻ. എന്താണ് ക്രൈം ഫിക്ഷൻ എന്താണെന്നുള്ളത്? ഈ ഒരു ക്രൈം നടന്നാൽ അത് ഉണ്ടായത് എങ്ങനെയാണ്, അതിൻ്റെ രൂപം, അതിൻ്റെ സ്വഭാവം, അത് ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ, ഇങ്ങനത്തെ പല സംഭവങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ലിറ്ററേച്ചേഴ്സിൻ്റെ ഒരു വിഭാഗം ആണ് എന്ത് ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്നത്. ഒരു കുറ്റകൃത്യം നടക്കുന്നു, അതിനെ ബേസ് ചെയ്ത് അന്വേഷണം നടക്കുന്നു, അത് തെളിയുന്നു. ഇതാണ് പിന്നെന്താണ് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ അതിൽ പറയുന്നു. ഇതൊക്കെയാണ് ഈ കാര്യമായിട്ട് ഈ ഒരു ക്രൈം ഫിക്ഷൻ എന്നതിൽ സാധാരണ ഉണ്ടാവുക. പക്ഷേ എല്ലാ കൊലപാതകങ്ങളും വരുന്നത് എല്ലാം ക്രൈം ഫിക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണ് മാക്ബത്ത്. അതിൽ കൊലപാതകത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കൊലപാതകം അതിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തല്ല ഒരു ക്രൈം ഫിക്ഷൻ അല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രൈം ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് എന്താണ് ഒരു ലോ ലിറ്ററേച്ചർ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന സംഭവമാണ് എങ്കിൽ പോലും 1960 മുതലാണ് ഇതിനെന്താണ് കൂടുതലായിട്ടുള്ള ഒരു അഥവാ പോസ്റ്റ് സ്ട്രക്ചറലിസം വന്നതോടെ ഇതിന് കൂടുതൽ ജനപ്രീതി കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് ക്രൈം, ദെൻ ഡിറ്റക്റ്റീവ്, ദെൻ മിസ്റ്ററി, ഈ മൂന്ന് തമ്മിലുള്ളൊരു വ്യത്യാസം പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ വലിയ പാരഗ്രാഫിൽ പറയുന്ന സംഭവമാണ് കേട്ടോ. ഇതിലും മെയിൻ പോയിന്റുകൾ അതിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നുന്ന പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ ക്രൈം എന്ന് പറയുന്നത് ഇത് തമ്മിലൊരു വ്യത്യാസം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്താണ് ക്രൈം എന്ന് പറയുന്നത്? ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റകൃത്യം, സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ളൊരു ലംഘനമാണ് എന്ത് ക്രൈം എന്ന് പറയുന്നത്. ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അന്വേഷണത്തെ കേന്ദ്രീകരിച്ചിട്ട സംഭവമാണ് എന്ത് ഡിറ്റക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു പസിൽ ഉണ്ടാക്കുന്ന സംഭവം, ഒരു എന്താണ് ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഇതിനെയാണ് എന്താ പറയുക മിസ്റ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ അടുത്തതായിട്ട് പറയുന്നത് ക്ലാസിക്കൽ ഡിറ്റക്റ്റീവ് ഫിക്ഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹാർഡ് ബോയിൽഡ് അല്ലെങ്കിൽ നോയർ ഫിക്ഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. എന്താണ് ഈ ക്ലാസിക്കൽ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്? ഇതിൽ പെട്ട ആളുകളാണ് അഗത ക്രിസ്റ്റി, ദെൻ ആർതർ കെനോൻ ഡോയിൽ. ആർതർ കെനോൻ ഡോയിലാണ് ആര് എഴുതിയിട്ടുള്ളത്? ഷെർലക് ഹോംസ് എഴുതിയിട്ടുള്ള ആളാണ് ആർതർ കെനോൻ. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആര്? ഷെർലക് ഹോംസ് എന്ന് പറയുന്നത്. ദെൻ അഗത ക്രിസ്റ്റി. ഇവരൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും തിളക്കം ആർന്നിരുന്ന എഴുത്തുകാരായിരുന്നു. ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ
പസിൽസ്, അതുപോലെ തന്നെ ക്ലോസ് ഉണ്ടാവും, സസ്പെക്ട്സ് ഉണ്ടാവും, ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. ഒരു ക്രൈം ചെയ്ത ഒരാളിലൂടെയുള്ള ഒരു യാത്രയായിരിക്കും നമുക്ക് ത്രൂ ഔട്ട് അതിൽ കാണാൻ പറ്റും. ആ ചെയ്ത ആ ഒരു കൃത്യം ഒരു സംഭവം നടന്നതിന് ശേഷമായിരിക്കും ആ ഒരു നോവൽ തുടങ്ങുക. അപ്പം അതിൻ്റെ അന്വേഷണം പോകുന്ന രീതി, അതിൽ കിട്ടുന്ന തെളിവുകൾ എന്താണ്, വലിയ തെളിവുകളിലേക്ക് എത്തുന്ന രീതി, ഇങ്ങനത്തെ പല സംഭവങ്ങളായിരിക്കും അതിൽ പറയാം. പക്ഷേ ഹാർഡ് ബോയിൽഡ് ഓർ നോയർ ഫിക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതും ഇതും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് റൈമണ്ട് ചാൻഡലർ, ദെൻ ഡാഷിയൽ ഹാമറ്റ്, ഇങ്ങനെ രണ്ടാളുകളാണ് ഇതിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിട്ട്, ഈ ഒരു വിഭാഗത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരായിട്ട് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടും എന്താ പറയുക, ഒരു ക്രുവാലിറ്റി, ഒരു ഹിംസ, അല്ലെങ്കിൽ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കില്ല അതിനുണ്ടാവുക. അതുപോലെ തന്നെ ഒരു കറപ്ഷൻ നിറഞ്ഞ, നിയന്ത്രണം ഇല്ലാത്ത എന്താണ്, ഒരു ഭയങ്കര വല്ലാത്തൊരു ഹിംസകൾ നിറഞ്ഞ ഒരു സമൂഹം, ആ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവമായിരിക്കും ഇതിൽ പ്രതിപാദിക്കുന്നതെന്നുള്ളതാണ്. ഇതിൻ്റെ ഹീറോ സാധാരണ പോലെ ഭയങ്കര സെറ്റപ്പുള്ള ഒരാളായിരിക്കുമല്ലോ. എന്തെങ്കിലും കുഴപ്പങ്ങളോ, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര റൂഡായിട്ടുള്ള ബിഹേവിയറോ, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള ആളോ, ഇതിലൊക്കെ ആയിരിക്കും ഇതിൽ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുന്നത്. പക്ഷേ ഇതിൽ രണ്ടിലും ഒരു സിമിലാരിറ്റിയും പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ടിലും എന്തുണ്ടാവും, ഒരു പസിൽ ഉണ്ടാവും, ഒരു ആകാംക്ഷ ഉണ്ടാവും, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പല അതുപോലെ നമുക്ക് ഒരു കൺഫ്യൂഷൻ അതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ റീഡേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് രണ്ടിലും ഉണ്ടാവും. അതെന്താണ്, ഇതൊക്കെ വായിക്കുമ്പോൾ എന്താണ്, റീഡേഴ്സാണ് കൂടുതലായിട്ട് എന്താ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ ആയിരിക്കും രണ്ടിലും ഉണ്ടാവുക. അപ്പോൾ കഥ സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അതിൽ നടന്ന ഇത് പിന്നീട് എന്താണ് നമ്മൾ പാസ്റ്റിലേക്ക് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടെത്തുന്നത് ഒക്കെ ആയിരിക്കും ഈ രണ്ടിലും ഉണ്ടാവുക. ശരിക്കും ഇപ്പോൾ ഒരു ക്രൈം ആദ്യം നടക്കണമല്ലോ, എന്നിട്ടാണല്ലോ അതിന് പിറകിലെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ക്രൈമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ ഉണ്ടാവുക. അപ്പം ആദ്യം ഒരു ക്രൈം നടക്കണം, പിന്നെ അപ്പം എന്താണ് അപ്പോൾ ക്രൈം നടന്നതിന് മുമ്പുള്ള സ്റ്റോറീസാണ് അതിൻ്റെ ശേഷമുള്ള നമുക്ക് വായിക്കാനുള്ള സംഭവങ്ങളായിട്ട് വരിക എന്നുള്ളത്. ഇപ്പോൾ പിടികിട്ടിയോ? അത്രയും മനസ്സിലാക്കി നോക്കാം. ഈ ഒരു ക്രൈം ഫിക്ഷൻ എന്തുകൊണ്ട് പോപ്പുലറായെന്ന് ചോദിച്ചാൽ ഈ സസ്പെൻസ്, ക്യൂരിയോസിറ്റി, ഇതൊക്കെ എന്താണ്, മനുഷ്യന്മാർക്ക് എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ആ വീട്ടിൽ എന്ത് നടന്നു, ഈ വീട്ടിൽ എന്ത് നടന്നു എന്നൊക്കെയുള്ള അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും അടി എന്തേ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് അതറിയണം, അതെന്താണെന്നുള്ളത് നമുക്കറിയണം, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു പോപ്പുലർ ലിറ്ററേച്ചറിൽ ഈ ഒരു ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേക ഇടം നേടിയത്. കാരണം ഇനി എന്താവും നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് അടുത്തത് എന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ദെൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വേഴ്സസ് ക്രൈം ഫിക്ഷൻ പറയുന്നുണ്ട്. ദെൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻസും ക്രൈം ഫിക്ഷൻസും തമ്മിലുള്ള ഒരു തീമാറ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. ഒരു ക്രൈം ഫിക്ഷൻ എന്ന് പറയുമ്പം അതിൽ പൊളിറ്റിക്സ്, കൾച്ചർ, എത്തിക്സ് ഇവ തമ്മിലുള്ള എന്താ പറയുക, ഒരു റിലേഷന് പലപ്പോഴും കാണിക്കാറുണ്ട്. എന്താ പറയുക, ഒരു മോഡേൺ വേൾഡിൻ്റെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിന് ഇത് കാണിക്കാറുണ്ട് ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ആ ഒരു സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഒരു യഥാർത്ഥവൽക്കരണത്തിലൂടെ ഒരു രീതിയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്, ശരിക്കുമുള്ള പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എന്താണ് ആ ഒരു സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും അത് തുറന്ന് കാട്ടാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്രൈം ഫിക്ഷൻ നമുക്കൊരു തീമാറ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡിറ്റക്റ്റീവിലായിക്കോട്ടെ അതിലെന്താണ് റീസണ്, അല്ലെങ്കിൽ ആ ഒരു നിയമം, അതിനൊരു കാരണം, അതിൻ്റെ നിയമം, അതുപോലെ തന്നെ അത് തമ്മിലുള്ള ഒരു സോഷ്യൽ റിലേഷന്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണിക്കുക കൂടുതലായിട്ട്. ഇതിൽ അതുപോലെ ഇൻജസ്റ്റിസും കാണിക്കും, പോവേർട്ടി, ക്ലാസ് ഡിഫറൻസ്, ക്ലാസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തുടങ്ങിയ വിഷയങ്ങളെയും ഇത് ചോദ്യം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്രൈം നറേറ്റീവ് ആൻഡ് പോപ്പുലർ കൾച്ചർ പറയുന്നുണ്ട്. ഒരു ക്രൈം നറേറ്റീവിൽ പോപ്പുലർ കൾച്ചറിനോട് എന്താണ് ഒരു ഡുവലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വശം ഇതൊന്നും കേട്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് തന്നെയാണത്. ഇതൊക്കെ മനസ്സിലാക്കി പോവുക. എക്സാം എഴുതുമ്പോൾ നമുക്കൊരു ഒരു ക്രൈം ഫിക്ഷനെ കുറിച്ചിട്ട്, ഡിറ്റക്റ്റീവ് ഫിക്ഷനെ കുറിച്ചിട്ട് പറയുമ്പം നമുക്ക് ഈ ഒരു കേട്ടതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞെങ്കിലും പോകുന്നത്. എന്താണ് പോപ്പുലർ കൾച്ചറിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, ഈ ഒരു ക്രൈം നറേറ്റ്സും അതുപോലെ തന്നെ ഈ പോപ്പുലർ കൾച്ചറിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്, ഒരു വശം നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വശം നോക്കുകയാണെങ്കിൽ ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായിരിക്കും, എന്തായാലും പോപ്പുലർ ആയിരിക്കും, എല്ലാവരുടെ അടുത്ത് എത്തും. ഇങ്ങനത്തെ കഥകൾ എന്താണ് ഒരു പോപ്പുലാരിറ്റി ഇങ്ങനത്തെ കഥകൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതാരും അത്ര സീരിയസ് ആക്കി എടുക്കൂല എന്നുള്ളത് നമുക്ക് കാണാം. ഒരുപാട് ഇപ്പം എല്ലാവരുടെ അടുത്ത് എത്തുമ്പോൾ അതിനൊരു വാല്യൂ നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇനി വേറൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്രിമിനാലിറ്റി എന്താണ് ചെറിയ രീതിയിൽ, മൈക്രോ മാക്രോ രീതിയിൽ, ചെറിയ രീതിയിലും വലിയ രീതിയിലും എന്താണ്
പഠിക്കാനുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു മാർഗ്ഗം കൂടിയാണ് ഇങ്ങനത്തെ ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉദ്ദേശിച്ചൂടെ? ഇതിനെന്താണ് സ്കോളർലി എന്താണ് ഇതിനെ വീണ്ടും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ഇത് ഇങ്ങനത്തെ പല ചെറിയ തെളിവുകളിലൂടെയൊക്കെ എന്താണ് പിന്നീട് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇതിനൊരു സീരിയസ് ഇല്ല എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഇതിൽ ആളുകൾ എന്താണ് സ്കോളേഴ്സ് ഒക്കെ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് ഇതെന്താണ് അത്രയും ഒരു ഇതാണ് ചെറിയ രീതിയിലുള്ള ആയിക്കോട്ടെ വലിയ രീതിയിലുള്ള ഒരു ക്രിമിനാലിറ്റി ഉണ്ടായാലും നമുക്കെന്താണ് ഇങ്ങനെ പല ഐഡിയകളും അതിലൂടെ ആ ഒരു നോവലിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഷെർലക് ഹോംസിൻ്റെ ഇതിലൊക്കെ നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൽ അന്നേ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഇപ്പോഴത്തെ കാലത്തും ഈ സംഭവങ്ങളൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. സോ അതാണ് പറയുന്നത്, രണ്ട് വശങ്ങളും അതിനുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ വരുന്ന വേറൊരു ടേമാണ് ദ തിയററ്റിക്കൽ അണ്ടർ പിന്നിങ്സ് ഓഫ് ക്രൈം ഫിക്ഷൻ ആൻഡ് ഓവർ വ്യൂ എന്നുള്ള പറയുന്നത്. തന്നെ 3 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. 3 മേജർ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ആക്കിയിട്ട് ഇതിന് ഒരു 3 വിഭാഗത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല ഒന്നാമത്തെ പാർട്ടാണ്, ഒന്നാമത്തെ വിഭാഗമാണ് എന്ത് പ്ലോട്ട് ഓർ നറേറ്റീവ് സ്ട്രക്ചർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവരെന്താണ് ഈ ഫോർമാലിസ്റ്റിസ് ആൻഡ് ദ സ്ട്രക്ചറലിസ്റ്റ്, ഇവരൊക്കെയാണ് എന്താണ് ഒരു കഥയുടെ ഒരു ഫോർമാലിറ്റി സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ അവർ പഠിച്ചു. എന്നിട്ട് അവർക്ക് മനസ്സിലായത് എന്താണ്, ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നോക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണമാണ്. ഹൂ ഡൺ ഇറ്റ്, ഹൂ ഇസ് ഗിൽറ്റി എന്നുള്ളതാണ്. അതായത് ആരാണ് ചെയ്തത്, ആരാണ് ഇതിൽ കുറ്റബോധം പ്രകടിപ്പിക്കുന്നത് എന്നുള്ള ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്ന രീതിയിലാണ് ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻസ് ഒക്കെ ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, ഒരു കുറ്റം നടത്തുന്ന ഒന്നാമത്തെ പടിയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ രണ്ടാമത്തെ പടി, ദെൻ മൂന്നാമത്തേത് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു ഡിറ്റക്റ്റീവ് നറേഷൻ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക്വേർഡ് അൺഫോൾഡിങ് രൂപത്തിലാണ്. ഒരു സംഭവം നടന്നാൽ അതിന് ശേഷമുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് നമുക്ക് ത്രൂ ഔട്ട് ആ സംഭവം നടന്നു, ഒരു ക്രൈം നടന്നു, അതിന് ശേഷമുള്ള അന്വേഷണങ്ങളാണ് നമുക്ക് നോവലിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഓരോ സംഭവങ്ങൾ നടക്കുമ്പം റീഡേഴ്സിന് എന്ത് കിട്ടും, പല സൂചനകൾ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ നമ്മളെ മൈൻഡിൽ അങ്ങനെയൊക്കെ ആവും ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ മൈൻഡിൽ ഈ ഒരു പസിൽസ് സോൾവ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗമാണ് സോഷ്യൽ പൊളിറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ 1970 മുതൽ 80 ഉള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് ക്രൈം അതുപോലത്തെ ഡിറ്റക്റ്റീവ് ഫിക്ഷനൊക്കെ എന്താണ് സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂല്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് പഠനം. ആ ഒരു ഘട്ടത്തിലുള്ള സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു കാലത്തുള്ള പഠനം എന്ന് പറയുന്നത്. G.K. ചെസ്റ്റേഴ്സിന്റെ അഭിപ്രായത്തിൽ ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷനൊക്കെ എന്താണ് ഒരു മോഡേൺ സിറ്റിയിലുള്ള ജീവന്റെയും അതുപോലെ തന്നെ സിവിലൈസേഷന്റെയും അതുപോലെ തന്നെ എന്താണ് അവിടെ ഉള്ള പ്രശ്നങ്ങളുടെയും ഒക്കെ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ളതാണ്. അഥവാ ഒരു ഡൊമിനന്റ് ഗ്രൂപ്പിന് എന്തുണ്ടാവും, ഒരു ഡോമിനന്റ് ഗ്രൂപ്പിന് ഒരു പവർ ഉണ്ടാവും. ആ ഒരു പവറിനെ എന്താണ് നിയമീകരിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്ത് ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതിലുള്ളൊരു മേലധികാരികൾ ഉണ്ടാവും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും ഇത് വരിക എന്നുള്ളൊരു രീതിയിലുള്ളൊരു വിമർശനം എന്നുള്ള രീതിയിലാണ് ഇതിൽ ക്രിട്ടിക്സ് ആണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ വിഭാഗമാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിൽ ഈ സയൻസ് ഫിക്ഷനും അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഫിക്ഷനൊക്കെ എന്താണ് ഒരു സൈക്കോളജിക്കൽ തലത്തിലും ഇതിനെ വായിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്രൈം സ്റ്റോറീസിലൊക്കെ എന്താണ് മനുഷ്യന്മാരുടെ മോട്ടീവ്സ്, അവരുടെ ഉദ്ദേശങ്ങൾ, ഗിൽറ്റ്, അതുപോലെ തന്നെ ട്രോമ, അവർ വന്നിട്ടുള്ള ആഘാതങ്ങൾ, ഇവയുടെ പശ്ചാത്തലത്തിലാണ് വായിക്കുക എന്നുള്ളതാണ്. ജോൺ കെവൽറ്റിയുടെ അഭിപ്രായത്തിൽ എന്താണ് ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത് വായനക്കാർക്ക് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല ഫീലിങ്സും എന്താണ് സുരക്ഷിതമായിട്ട് അനുഭവിക്കാനുള്ള അവസരം തരുന്നു എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു എന്തെങ്കിലും ഒരു ക്രൈം നടക്കുമ്പോൾ അത് നടക്കുന്ന പല സംഭവങ്ങളും ഒരിക്കലും നമ്മുടെ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾക്കോ ഒക്കെ അതീതമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും നടക്കുക. ഒരിക്കലും ഈ ഒരു ലോകത്ത് അങ്ങനെ നടക്കാൻ ചിലപ്പം ഇടവരാത്ത സംഭവങ്ങളൊക്കെ നടക്കും. അത് നമുക്ക് നമ്മുടെ റിയൽ ലോകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താണ് അത് ഒരു പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ എന്താണ് അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വായിച്ച് നമുക്ക് അത് ആസ്വദിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ളൊരു അവസരം ആണ് ഇതുപോലുള്ള ഈ ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നമുക്ക് തരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പല സംഭവങ്ങളും ക്രൈം നടക്കുമ്പം അവസാനം ഒരു കുറ്റവാളിയുടെ മനസ്സിലൂടെയുള്ള സംഭവങ്ങളായിരിക്കും നടക്കുക. സോ അവസാനം എന്തുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു ഗിൽറ്റ് വരും. ദെൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു ഇന്നസെൻസ് അവസാനം അതിലൂടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരു റിയൽ ക്രിമിനലിന് പിന്നീട് എന്ത് ചെയ്യും, അത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു കുറ്റബോധം വരികയും പിന്നീട് എന്താണ് ഗിൽറ്റ് അദ്ദേഹത്തിന് വരികയും ചെയ്യുന്നു.
അഥവാ ഒരു കുറ്റബോധം, അത് ചെയ്തല്ലോ, ഞാൻ എന്തിനാ അത് ചെയ്തു എന്നൊക്കെയുള്ള ഒരു കുറ്റബോധം അതിൽ പറയുന്നു എന്ന്. ഇതൊക്കെ എന്താണ്, ഈ ഒരു വായനക്കാരെ മാനസികമായിട്ടുള്ളൊരു ശുദ്ധീകരണം കൂടെ ഇതിൽ നടത്തുന്നു എന്നുള്ളതാണ് ഈ സൈക്കോളജിക്കൽ അപ്രോച്ചിൽ ഇതിൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു എന്താണ്, ഈ ഒരു ക്രൈം ഫിക്ഷനൊക്കെ എടുത്താൽ കുറ്റവാളികളുടെ മനസ്സിനെയും അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തിയും ഒക്കെ അതിനൊക്കെയാണ് കൂടുതലായിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഇതെന്താ, ആര് ചെയ്തു എന്നതിന് പകരം വൈ ഡൺ ഇറ്റ്, എന്തിനാണ് ഇത് ചെയ്തത് എന്ന ഒരു ഇതിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം. ഇപ്പോൾ ഒരാൾ ഒരു കുറ്റം ചെയ്തതിന് ആര് ചെയ്തു, എന്താ ആരെ ചെയ്തു എന്നതിന് എന്താണ്, എന്തിനത് ചെയ്തു, അതിലെന്തെങ്കിലും ഒരു കാരണം അതിന് പിന്നിലുണ്ടാവും. സോ അതിനൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പിന്നീട് പോസ്റ്റ് മോഡേൺ തിയറിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ക്രൈം ഫിക്ഷനിൽ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഫിക്ഷനിൽ അതിനെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് പോസ്റ്റ് മോഡേൺ തിയറി എന്ന് പറയുന്നത്. ഇതിൽ ചോദിക്കുന്ന ഒരു മുഖ്യ ചോദ്യം എന്ന് ചോദിച്ചാൽ, ഹൂ ഈസ് ടു ബ്ലെയിം, കുറ്റം എവിടെയാണ് അല്ലെങ്കിൽ കുറ്റം ആരുടേതാണ്. ഈ ഒരു പോസ്റ്റ് മോഡേൺ തിയറിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു റിഡിൽ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല. നേരെ മറിച്ച് എന്താണ്, ഈ ലോകത്തിൽ നടക്കുന്ന വൈവിധ്യമാർന്നിട്ടുള്ള ലോകത്തിൻ്റെ പല സ്വഭാവങ്ങൾ, ഓരോ വ്യക്തികളിലൂടെ ഓരോ സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. പല സൊസൈറ്റിയുടെയും പല സംഭവങ്ങളും അതിലൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആളുകളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അതിനെ എല്ലാവരേക്കും കൂടുതൽ ആളുകളിലേക്ക് അതിനെ കൂടുതലായിട്ട് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഈ പോസ്റ്റ് മോഡേൺ തിയറീൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് കണ്ടംപററി ക്രൈം ഫിക്ഷൻ്റെ സ്വഭാവം പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു പോലീസ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് എന്നിവയിലൊന്നും ശരിക്കൊരു ക്ലാസിക്കൽ ഷെർലക് ഹോംസിൻ്റെ ഒരു ശൈലി എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കൂടുതലായിട്ടുള്ളൊരു ക്രൈം ഫിക്ഷനിൽ എന്താണ്, ഒരു ചോദ്യം ആണ് ആദ്യമായിട്ട് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഒരു ചോദ്യമാണ്, വാട്ട് ക്യാൻ വി നോ, നമുക്കെന്താണ് സത്യത്തെക്കുറിച്ചിട്ട് നമുക്ക് എത്രത്തോളം അറിയാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജോണർ വളർന്നു വരാനുള്ള കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മനുഷ്യന്മാർക്ക് എന്താണ് ഇങ്ങനത്തെ ഈ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ കണ്ടെത്താനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ആകർഷണം ഉണ്ടാവും അതിനോടുള്ള. അതുപോലെ തന്നെ ഈ ഒരു ക്രൈം ഫിക്ഷൻ എന്താണ്, ഈ ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ട്, റൈസിസത്തിനെ കുറിച്ചിട്ട്, പോവർട്ടി, ക്ലാസ് ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ വെളിവാക്കാൻ ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു ക്രൈം ഫിക്ഷന് അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്താണ്, ഈ വായനക്കാരുടെ അവരെ കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ജനപ്രീതി നേടാൻ കാരണമായി എന്നുള്ളതാണ്. ബിഗിനിങ്സ് ഓഫ് ക്രൈം, എ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ക്രൈം ഫിക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എഡ്ജർ അലൻ പോയ് എന്ന് പറയുന്ന അദ്ദേഹമാണ് മോഡേൺ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം 1841 ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ഓഗസ്റ്റ് ടൈപ്പിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണ ക്യാരക്ടർ ആണ്. അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള പല ഡിറ്റക്റ്റീവ് സ്റ്റോറി ഒരു മോഡേൺ സ്റ്റൈലിൽ ആയത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം, ഈ 17th സെഞ്ചുറിയിൽ 18th സെഞ്ചുറിയിലൊക്കെ എന്താണ് ഈ ഒരു ഡിറ്റക്റ്റീവ് നോവൽസൊക്കെ തുടങ്ങാൻ കാരണമായത് എന്താണ്, ആദ്യം തന്നെ ഒരു ലണ്ടനിലുള്ള ദ ന്യൂ ഗേറ്റ് പ്രിസൺ എന്ന് പറയുന്ന ഒരു ജയില്, അതിലുള്ള ക്രിമിനലുകളുടെ ബയോഗ്രാഫീസ്, ദെൻ പല ആളുകളുണ്ടാവും അതിൽ, ഒരു ജയിലിൽ പല ആളുകളുണ്ടാവും. അത് ആ കുറ്റം ചെയ്തത് കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ പല പ്രസിദ്ധീകരണങ്ങളും ആദ്യം ആ ഒരു രീതിയിലായിരുന്നു ഈ ഒരു നമ്മൾ ഇന്ന് കാണുന്ന ഒരു ക്രൈം ഫിക്ഷനിലേക്ക് എത്തിയത്. ആദ്യം തുടക്കം ആ ഒരു രീതിയിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നീട് എന്താണ്, 19th സെഞ്ചുറിക്ക് ആയപ്പം ഈ ക്രൈമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളൊക്കെ എന്താണ് ആളുകൾ പിന്നെ അതൊരു സ്റ്റോറി രീതിയിൽ അതാക്കി എന്താണ് കുറഞ്ഞ വിലക്ക് ആളുകൾക്ക് ലഭ്യമാക്കി എന്നുള്ളതാണ്. ഇതെന്താണ്, അതോടുകൂടി ഈ ഒരു ക്രൈമായിട്ടുള്ള ഈ ഒരു ഫിക്ഷന് ലോകം മുഴുവൻ സ്പ്രെഡായി എന്നുള്ളത് നമുക്ക് കാണാം. അതൊക്കെ ഇതിനൊരു ചീപ്പായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു പോപ്പുലാരിറ്റി ആളുകളുടെ ഇടയിൽ കിട്ടി എന്നുള്ളതാണ്. പോയിയുടെ കീ ഫീച്ചേഴ്സ് പറയുന്നത്, പോയി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പേരാണ് നമ്മൾ മുമ്പ് പറഞ്ഞു. ആരാണ്, മോഡേൺ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് എഡ്ജർ അലൻ പോയ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ എന്തായിരിക്കും, ഇൻ്റലിജൻറ്റ് അനാലിസിസ് ഓഫ് ഫാക്ട്സ് ആയിരിക്കും. ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള സംഭവങ്ങൾ, വികാസങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റീസണിങ് കാണാൻ പറ്റും. ആക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ലോജിക്കൽ ഡിഡക്ഷൻ, അത് അത്രയും എന്താണ് ഒരു ഡീപ്പായിട്ടുള്ള സംഭവങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ. ഒരു ചെറിയ നമ്മുടെ ഷെർലക് ഹോംസിനെ പോലെ തന്നെ ഈ ഷെർലക് ഹോംസ് ഒക്കെ പിന്നീട് ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളതാണ് കേട്ടോ. ഇദ്ദേഹത്തിലൂടെ പ്രചോദനം ആയിട്ടാണ് ഷെർലക് ഹോംസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചത് ഒരു ഫാദർ എന്നറിയപ്പെടുന്നത് ഈ പോയുടെ വർക്ക്സിനെ ഒക്കെയാണ്. പിന്നീടാണ് 1887 ഷെർലക് ഹോംസ്
ഹോംസിന്റെ ഒരു ജനനം എന്ന് പറയുന്നത്, അഥവാ അത് ആദ്യമായിട്ട് ഇറങ്ങിയത്. ഇതോടുകൂടെ എന്തായിരുന്നു, ക്രൈം ഫിക്ഷൻ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഒക്കെ എന്തായിരുന്നു, ഒരു ശക്തിയായിട്ടുള്ളൊരു പോപ്പുലർ ജോൺറി ആയിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗോൾഡൻ ഏജ് ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇതിൽ പറയുന്നത് ഹോംസിന് ശേഷമാണ് പല ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെയും ഗോൾഡൻ ഏജ് ആയിട്ടുള്ള ഒരു ഇത് ഇറങ്ങുന്നത് തന്നെ. ഹോംസിന്റെ ശേഷമാണ് ഈ ഒരു ഗോൾഡൻ ഏജ് എന്ന് അറിയപ്പെടുന്നത് തന്നെ. അതിൽ ഉള്ള പ്രധാന എഴുത്തുകാരായിരുന്നു അഗത ക്രിസ്റ്റി, ദെൻ മാർജറി അലിംഗൻ, ദെൻ ഡൊറോത്തി സെയേഴ്സ്. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ദിസ്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിക്കാം നമുക്കല്ലേ. പല പേരുകളാണ്. പിന്നെ പേരുകൾക്കുള്ള പ്രത്യേകത, നമ്മൾ എന്താണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അതാണ് അത്. ഒരു പേര് നമുക്ക് എങ്ങനെയും പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത്. ദെൻ ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. നമ്മുടെ ഹോംസിന് ശേഷമാണ് ശരിക്കും ഉള്ള ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ. ദെൻ പിന്നീട് ഇതിൽ ഈ ഒരു യൂണിറ്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ക്രൈം ആൻഡ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ടൈപ്പോളജി പറയുന്നുണ്ട്. ഇതിൽ 3 ടൈപ്സ് ഓഫ് വർക്കുകൾ ഇതിൽ പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തേതാണ് സെൻസേഷൻ ഫിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ സെൻസേഷൻ ഫിക്ഷൻ? 19th സെഞ്ചുറിയുടെ ഹാഫ് ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു വിഭാഗം വന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആയിരുന്നു വിൽക്കി കോളിൻസ്, ദെൻ ഇലൻ വുഡ്, മാരി എലിസബത്ത് ബ്രാഡൻ എന്ന് പറയുന്ന ഈ ആളുകളൊക്കെ ഇതിൽ പെട്ട ആളുകളായിരുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മുടെ ഈ ന്യൂസിന്റെ ഈ എന്തെങ്കിലും ചെറിയൊരു ന്യൂസോ കാര്യങ്ങളോ കിട്ടും, ആ ഒരു ക്രൈം റിപ്പോർട്ടിന്റെ സ്വാധീനത്തിൽ എഴുതുന്ന ജേർണലിസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഇതിൽ എന്തായിരിക്കും, അഡൾട്ടറി അല്ലെങ്കിൽ ഫ്രോഡ്, ഫോർജറി, ബ്ലാക്ക് മെയിൽ, കിഡ്നാപ്പിംഗ്, മർഡർ, അങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഫാമിലി ബേസ് ആയിട്ടുള്ള കുറ്റങ്ങളും അതുപോലെ തന്നെ രഹസ്യങ്ങളൊക്കെ ആയിരിക്കും. ഈ കുറ്റവാളികൾ എപ്പോഴും ഈ ഒരു ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും. ഇതിലെന്താണ് സാമൂഹിക സമൂഹത്തിൽ നടക്കുന്ന രീതികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള അതിൻ്റെ മാന്യതകളെ കുറിച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കഥകളായിരിക്കും ഇതിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സാധാരണ ഒരു ലോ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലുകളല്ല അതിലുണ്ടാവുക. ഈ കുടുംബത്തിൽ പെട്ട ആളുകൾ തന്നെയായിരിക്കും ആ ഒരു രഹസ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ നിയമങ്ങൾക്കല്ല കൂടുതലായിട്ട് പ്രാധാന്യം കിട്ടുക. ഒരു കുടുംബത്തിലെ ഒരു സംഭവം നടന്നാൽ അത് കണ്ടെത്തുന്ന ആളുകൾ ആ ഒരു ഫാമിലിയിലെ ആളുകൾ തന്നെ ആയിരിക്കും. അത് ചെയ്ത ആളുകളും മേ ബി ആ ഒരു ഫാമിലിയിൽ തന്നെ ആയിരിക്കും. അതാണ് ഈ ഒരു സെൻസേഷൻ ഫിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതാണ് ഗോൾഡൻ ഏജ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് വാർ, സെക്കൻഡ് വാർ, ആ ഒരു ടൈമിലൊക്കെ നടന്നിട്ടുള്ളത്. നമ്മുടെ ആർതർ കെറൻ ഡോyle, അതുപോലെ തന്നെ അഗത ക്രിസ്റ്റി, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഒരു ക്ലാസിക് ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ ഒരു രൂപം, നമ്മുടെ ഷെർലക് ഹോംസിനൊക്കെ പോലെ തന്നെ അതിന്റെ ഉപജ്ഞാതാന ആണല്ലോ ആർതർ കെനൻ ഡോyle എന്ന് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിലുള്ള റൈറ്റിങ്സ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഗ്രാമങ്ങളായിരിക്കും. അതുപോലെ തന്നെ നിരവധി ക്ലൂസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് സംശയിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് ചെയ്തത് അയാളാണോ ഇയാളാണോ എന്നൊക്കെയുള്ള പല ക്ലൂസും ഉണ്ടാവും. നമുക്ക് ഒരുപാട് ആളുകളുണ്ടാവും, എല്ലാവരും നമുക്ക് സംശയിക്കാമാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈക്കോളജി ഉപയോഗിച്ച് ഒരു കേസ് പരിഹരിക്കലായിരിക്കും ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ചെറിയൊരു ക്ലൂ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു വലിയ ആ ഒരു കേസൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു മിഡിൽ ക്ലാസ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സെറ്റിങ്സ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഒരു മിഡിൽ ഫാമിലി ആയിരിക്കും കുറ്റം ചെയ്തവരും അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ട സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നീട് പറയുന്ന 3ാമത്തെ വിഭാഗമാണ് ഹാർഡ് ബോയിൽഡ് ഫിക്ഷൻ എന്ന് പറയുന്നത്, അഥവാ നോയൽ ഫിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫിക്ഷന്റെ ഉത്ഭവം 20th സെഞ്ചുറിയിൽ അമേരിക്കൻ്റെ ഫസ്റ്റ് ഹാഫിൽ അമേരിക്കയിലാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. ഡാഷ്യൽ ഹാമറ്റ് ആണ് ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഒരു നഗര ജീവിതത്തെക്കുറിച്ചിട്ട്, ഒരു സിറ്റി ലൈഫിനെ കുറിച്ചിട്ട് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു സിറ്റി ലൈഫ് നമുക്കറിയാം ഭയങ്കര ഡാർക്ക്, വയലൻറ്റ്, ക്രൈം ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു വേൾഡ്, അതായിരിക്കും ആ ഒരു കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. നമ്മുടെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പല പ്രതിസന്ധികൾ, അതിൻ്റെയൊക്കെ ഒരു സ്വാധീനത്തിൽ വിശ്വാസമില്ലായ്മയെക്കുറിച്ചിട്ടും കറപ്ഷനെ കുറിച്ചിട്ടും ഈ ഒരു നിയമവ്യവസ്ഥയുടെ ഒരു പരാജയം എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ള സംഭവങ്ങളായിരിക്കും അതിൽ പറയാം. അതുപോലെ തന്നെ അതിൽ ക്യാരക്ടേഴ്സ് ഗാങ്സ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പോലീസ് എങ്ങനത്തെ പോലീസായിരിക്കും? കറപ്റ്റ് പോലീസായിരിക്കും, അഴിമതിക്കാരായിട്ടുള്ള നിയമവ്യവസ്ഥക്കാരായിരിക്കും. ആരാണ് പൈസ കൊടുക്കുന്നത് അവർക്കെതിരെ നിയമം അനുകൂലമാക്കുന്ന ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും ആ ഒരു ഇതിലുണ്ടാവുക എന്നുള്ളതാണ്. ഇതിൽ ഭയങ്കര നമ്മൾ ക്ലാസിക്കൽ ഡിറ്റക്റ്റീവിനെ പോലെ ഒരിക്കലും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല ഇതിലുണ്ടാവുക. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലക്കാണ് ഇതിൻ്റെ ഒരു ഹീറോ ഉണ്ടാവുക. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും അതുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഇതോടുകൂടെ ഈ ഒരു യൂണിറ്റ് എൻഡായി. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക.